നമസ്കാരം. ഇന്ത്യയുടെ തലച്ചോർ ചോർച്ച തടയും എന്നത് 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു. എന്നാൽ 10 വർഷത്തിനിപ്പുറം സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്തതെന്ന് കണക്കുകൾ തെളിയിക്കുമ്പോൾ പാലിക്കാനാവാതെ പോയ വാഗ്ദാന പട്ടികയിൽ അതും ഇടം പിടിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസവും ജോലിയും തേടി യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റും പോകുന്ന യുവാക്കൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ചെന്നിടത്ത് പൗരത്വം നേടി നിലയുറപ്പിക്കുന്നത് രാജ്യത്തിന്റെ ബൗദ്ധിക സമ്പത്തിനെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണെന്നിരിക്കെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ തുടരാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് സ്വന്തം സംസ്ഥാനത്തെ ചോർച്ച പോലും തടയാൻ വൈബ്രന്റ് ഗുജറാത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്യം വിടുന്ന യുവാക്കൾ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ഉപരിപഠനത്തിനായി വിദേശത്ത് പോയാൽ അവിടെ തന്നെ പൗരത്വം ഉൾപ്പെടെ സ്വീകരിച്ച് സെറ്റിലാകുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന ആരോപണവും ഇതിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടാറുണ്ട്. ഇപ്പോഴിതാ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് രാജ്യം വിടുന്നവരുടെ എണ്ണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രധാനമായും അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഗുജറാത്തി യുവാക്കൾ അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നത് വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 30 മുതൽ 45 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവരാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നവരിൽ കൂടുതലെന്നാണ് റിപ്പോർട്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട തൊഴിലവസരവും ജീവിത നിലവാരവും തേടി പോകുന്നവരാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിൽ നല്ലൊരു പങ്കും. കണക്കുകൾ അനുസരിച്ച് 2022 241 പേർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചു. ഇത് 2023 ആയപ്പോൾ 485-ലെത്തി. 2024 മെയ് ആദ്യം വരെ 244 സറണ്ടറുകൾ രേഖപ്പെടുത്തി. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയ യുവാക്കളാണ് ഇവരിൽ കൂടുതലും. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുകയും തുടർന്ന് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നവർ പിന്നീട് രാജ്യത്തേക്ക് തിരിച്ചു വരുന്നില്ല. പാർലമെന്ററി കണക്കുകൾ പ്രകാരം 2014 മുതൽ 22 വരെയുള്ള കാലയളവിൽ പൗരത്വം ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണത്തിൽ ഗുജറാത്ത് ഇന്ത്യയിൽ 3-ാം സ്ഥാനത്തായിരുന്നു. ഈ കാലയളവിൽ ഗുജറാത്തിൽ നിന്നുള്ള 22,300 വ്യക്തികൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. 3-ാം സ്ഥാനത്തു നിന്നും ഇപ്പോൾ നാടുവിടുന്ന യുവാക്കളുടെ കണക്കിൽ ഗുജറാത്ത് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഈ കാലയളവിൽ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്ന് 60,414 പേരും പഞ്ചാബിൽ നിന്ന് 28,117 പേരും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചു. യുവാക്കളുടെ കർമ്മശേഷി രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അർഹമായ തൊഴിൽ ലഭ്യതയുടെയും അഭാവത്തിലാണ് മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ വിദേശവാസം ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ലഭ്യമായ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇറച്ചിയുടെ പേരിൽ കലാപമുണ്ടാക്കുന്നവരുടെ നാടായി ഇന്ത്യ മാറിയതോടെ സ്വസ്ഥമായ ജീവിതം നഷ്ടമാകുന്നതും യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. 40 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത തൊഴിലില്ലായ്മ നടമാടുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ 4 വർഷമായി ഒരു പരീക്ഷ പോലും നടത്താത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നിലവിലുള്ളത്. റെയിൽവേയിൽ മാത്രം 10 ലക്ഷത്തോളം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കേന്ദ്ര സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഏതാണ്ട് 40 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. നിയമന നിരോധനത്തിന് തുല്യമായ സാഹചര്യമാണ് വർഷങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ തൊഴിൽ തേടി യുവാക്കൾ രാജ്യം വിടുന്നതിൽ കേവലം ആശങ്കപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. മാറിയ ലോക സാഹചര്യം കണക്കിലെടുത്ത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുക മാത്രമാണ് പോംവഴി. അതിനാവശ്യമായ പദ്ധതികളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം.